ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് സമാപിച്ചു. 5 മണിവരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം 62.31% പോളിംഗ് രേഖപ്പെടുത്തി. കണ്ണൂർ വിഷ്ണുപ്രിയ കൊലപാതക കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കോടതി. മഞ്ഞപ്പിത്ത മരണത്തെ തുടർന്ന് സംസ്ഥാനത്ത് ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകി മന്ത്രി വീണ ജോർജ്. CBSE 10-12 ക്ലാസുകളിലെ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മേഖലയ്ക്ക് മികച്ച വിജയം. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL-ൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് സമാപിച്ചു. 9 സംസ്ഥാനങ്ങളിലും ജമ്മുകശ്മീരിലുമായി 96 മണ്ഡലങ്ങളിലാണ് ഇന്ന് വിധിയെഴുതുന്നത്. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 62.31% പോളിംഗ് രേഖപ്പെടുത്തി. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് പശ്ചിമ ബംഗാളിലാണ്, 75.66%. ഏറ്റവും കുറവ് ജമ്മുകശ്മീരിലാണ്, 35.75% പേരാണ് ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിയോടെ പൂർത്തിയായി. 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഒഡീഷ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പും ഇന്ന് നടന്നു. ആന്ധ്രാപ്രദേശിൽ 67.99%, ഒഡീഷയിൽ 62.96% പോളിംഗ് രേഖപ്പെടുത്തി. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന നേതാക്കളെല്ലാം പ്രചാരണ രംഗത്ത് സജീവമാണ്. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ബീഹാറിലെ ഹാജിപൂർ, മുസാഫർപൂർ എന്നിവിടങ്ങളിലെ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുത്തു. നാളെ അദ്ദേഹം വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ അമിത് ഷാ ഇന്ന് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഉത്തർപ്രദേശിലെ പര്യടനം തുടരുകയാണ്. പ്രണയാഭ്യർത്ഥന നിരസിച്ച വിരോധത്തിൽ കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത വള്ളിയായിലെ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയ കേസിൽ മാനന്തേരിയിലെ മുരിക്കോളി സ്വദേശി ശ്യാംജിത്തിന് ജീവപര്യന്തവും 10 വർഷം തടവും 2,25,000 രൂപ പിഴയും വിധിച്ചു. പ്രോസിക്യൂഷൻ പ്രതീക്ഷിച്ച വിധിയാണിതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ K. അജിത് കുമാർ പറഞ്ഞു. വിധി സ്വാഗതം ചെയ്യുന്നതായി കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2022 ഒക്ടോബർ 22-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മലപ്പുറം ജില്ലയിൽ ജനുവരി മുതൽ ഇതുവരെ 4,000 പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചെന്ന് മലപ്പുറം DMO ഡോക്ടർ രേണുക. 8 മരണവും സ്ഥിരീകരിച്ചു. നിലവിൽ 600ഓളം രോഗികളാണുള്ളത്. ഹോട്ടലുകളിലും മറ്റു ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലും പരിശോധന നടത്തുമെന്നും DMO വ്യക്തമാക്കി. മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. എല്ലാ ജില്ലകളിലെയും കളക്ടർമാരോടും DMOമാരോടും കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. മലപ്പുറത്തും എറണാകുളത്തെ വേങ്ങൂരിലും പ്രത്യേക ശ്രദ്ധ നൽകുന്നതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. മഴക്കാലം കൂടി അടുത്തതോടെ പകർച്ചവ്യാധികൾ തടയാനുള്ള ഊർജിത പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. CBSE 10-12 ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 10ാം ക്ലാസ്സിൽ 93.6%, 12ാം ക്ലാസ്സിൽ 87.98% വിജയം. തിരുവനന്തപുരം മേഖലയിൽ 10ാം ക്ലാസ്സിൽ 99.75%, 12ാം ക്ലാസ്സിൽ 99.91% വിജയം. CBSE results.nic.in, cbse.gov.in എന്നീ സൈറ്റുകളിലും ഡിജി ലോക്കറിലും ഫലമറിയാം. SSLC സേ പരീക്ഷ ഈ മാസം 28 മുതൽ ജൂൺ 6 വരെ നടത്തും. ജൂൺ 2ാം വാരം ഫലം പ്രഖ്യാപിക്കും. ഓൺലൈൻ തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേരള പോലീസ്. പണം നിക്ഷേപിക്കുന്നതിന് റിസർവ് ബാങ്ക് അംഗീകരിച്ച സ്ഥാപനങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും പണം നിക്ഷേപിക്കാൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിച്ചുകൊണ്ട് വാട്സാപ്പ്, ടെലിഗ്രാം മുതലായ സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ 1 മണിക്കൂറിനകം വിവരം 1930 എന്ന നമ്പറിൽ അറിയിക്കണം. www.cybercrime.gov.in എന്ന വെബ്സൈറ്റിലും പരാതി രജിസ്റ്റർ ചെയ്യാം.
പത്തനംതിട്ട നിരണം താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇവിടെയുള്ള എല്ലാ താറാവുകൾക്കും ദയാവധം നൽകി ശാസ്ത്രീയമായി സംസ്കരിക്കാൻ തീരുമാനം. ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ വിളിച്ചു ചേർത്ത ബന്ധപ്പെട്ടവരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. നാളെ രാവിലെ 8-ന് നടപടികൾ തുടങ്ങും. പക്ഷിപ്പനി സ്ഥിരീകരിച്ച 10 കിലോമീറ്റർ ചുറ്റളവിൽ ഉൾപ്പെടുന്ന എല്ലാ പക്ഷികളെയും ഇല്ലായ്മ ചെയ്യാനും തീരുമാനമായി. ചബഹാറിലെ ഷാഹിദ് ബഹേഷ്തി തുറമുഖത്തിന്റെ നടത്തിപ്പിനായുള്ള ദീർഘകാല കരാറിൽ ഇന്ത്യയും ഇറാനും ഇന്ന് ഒപ്പുവെച്ചു. ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡും ഇറാനിലെ പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനും തമ്മിലുള്ള കരാറിൽ ഒപ്പുവെക്കുന്നതിന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ സാക്ഷ്യം വഹിച്ചു. അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യ, യൂറേഷ്യ എന്നിവയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിനും പ്രാദേശിക വിനിമയത്തിനും കരാർ ഉത്തേജനം നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARNews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയുണ്ട്. പത്തനംതിട്ട നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടവമാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് ശബരിമല നട തുറക്കും. പ്രതിഷ്ഠാദിനമായ 19-ന് സന്നിധാനത്ത് പ്രതിഷ്ഠാദിന കലശപൂജകളും നടക്കും. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. നട തുറക്കുന്ന ദിവസം പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇടവം 1 15 മുതൽ 19 വരെ പൂജകൾ നടക്കും. ഇടവമാസ പൂജ, ശബരിമല പ്രതിഷ്ഠാ ദിനം എന്നിവ ഒരുമിച്ച് വന്നതിനാൽ കൂടുതൽ തീർത്ഥാടകരെത്തുമെന്ന് മനസ്സിലാക്കി KSRTC 100 ബസ്സുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 50 ബസ്സുകൾ പമ്പ, നിലയ്ക്കൽ സർവീസുകളാണ് നടത്തുക. പമ്പ ത്രിവേണിയിലെ ജലനിരപ്പ് താഴ്ന്നതിനാൽ പമ്പ, കൊച്ചുപമ്പ ഡാമുകൾ ഇന്ന് രാവിലെ തുറന്നിട്ടുണ്ട്. മാസപൂജാ ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സൗകര്യപ്രദമായ ദർശനം നടത്തി മടങ്ങുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം കൂടിയിരുന്നു. ജില്ലയിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിലടക്കം മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ തുടങ്ങിയ സാധ്യതകൾ ഉള്ളതിനാൽ തീർത്ഥാടകർ ഉൾപ്പെടെ അതീവ ജാഗ്രത പാലിക്കേണ്ടതായുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വൈകിട്ട് 7:30-ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. കഴിഞ്ഞ വ്യാഴാഴ്ച മൂവാറ്റുപുഴയിൽ 8 പേരെ കടിച്ച വളർത്തുനായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. ഇന്നലെ നായ ചത്തതിനെ തുടർന്ന് മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. നായയുടെ ആക്രമണമുണ്ടായ സ്ഥലങ്ങളിലെ വളർത്തുനായ്ക്കൾക്കും തെരുവു നായ്ക്കൾക്കും വാക്സിനേഷൻ നൽകുന്ന കാര്യം പരിശോധിക്കാൻ മൂവാറ്റുപുഴ നഗരസഭ ആലോചിക്കുന്നുണ്ട്. പേവിഷബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മൂവാറ്റുപുഴ നഗരസഭ അടിയന്തര കൌൺസിൽ യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. കൊല്ലം പുത്തൂരിൽ ജോലിക്കിടെ KSEB ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചു. പുത്തൂർ ഇലക്ട്രിക്കൽ സെക്ഷനിലെ ലൈൻമാൻ പ്രദീപ് കുമാർ ആണ് ജോലിക്കിടെ വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. 48 വയസ്സായിരുന്നു. ശാസ്താംകോട്ട സ്വദേശിയാണ്. 5 വർഷത്തേക്കുള്ള മൂലധന നിക്ഷേപ പദ്ധതി അംഗീകരിക്കുന്നതിനായി സംസ്ഥാന വൈദ്യുതി ബോർഡ് സമർപ്പിച്ച അപേക്ഷയിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ പൊതു തെളിവെടുപ്പ് നാളെ നടക്കും. രാവിലെ 11-ന് കമ്മീഷന്റെ തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള കോർട്ട് ഹാളിലാണ് തെളിവെടുപ്പ്. നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് വീഡിയോ കോൺഫറൻസ് മുഖേനയും പങ്കെടുക്കാം. തപാൽ മുഖേനയും KSERC@erckerala.org എന്ന ഇമെയിൽ വഴിയും പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. തിരുവനന്തപുരം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ നാളെയും മറ്റന്നാളും നടത്താനിരുന്ന സിറ്റിംഗ് മാറ്റിവച്ചു. വഴുതക്കാട് വെള്ളയമ്പലം ഭാഗത്ത് ഗതാഗത തടസ്സമുള്ളതിനെ തുടർന്നാണ് തീരുമാനം. അന്താരാഷ്ട്ര മ്യൂസിയം ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 18-ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തിരുവനന്തപുരത്ത് നിർവഹിക്കും. മ്യൂസിയം മൃഗശാല വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ മ്യൂസിയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഭാഗമായി സെമിനാറുകൾ, നാടൻപാട്ട്, ഓപ്പൺ ക്വിസ് എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് സമാപിച്ചു. 5 മണിവരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം 62.31% പോളിംഗ് രേഖപ്പെടുത്തി. കണ്ണൂർ വിഷ്ണുപ്രിയ കൊലപാതക കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കോടതി. മഞ്ഞപ്പിത്ത മരണത്തെ തുടർന്ന് സംസ്ഥാനത്ത് ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകി മന്ത്രി വീണ ജോർജ്.
CBSE 10-12 ക്ലാസുകളിലെ പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മേഖലയ്ക്ക് മികച്ച വിജയം. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL-ൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.